നമസ്കാരം. മൈഫിൻ ടി വിയുടെ ഓണം വിത്ത് സൂരജ് നായർ എന്ന ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം മൈഫിൻ ടി വിയുടെ റിസർച്ച് ആൻഡ് കൺട്രി ഹെഡായ ശ്രീ സൂരജ് നായർ സാറാണുള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡാണല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് കണക്ട് ചെയ്യാം. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓണസദ്യ, അത്തപ്പൂക്കളം ഇതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. അപ്പോൾ ഓണസദ്യ നമ്മൾ വിളമ്പുമ്പോൾ ഓരോ വിഭവം, അതായത് ഉപ്പ് മുതൽ പായസം വരെ നമ്മൾ വിളമ്പുമ്പോൾ ഓരോ വിഭവത്തിൻ്റെ ഗുണം മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ചിട്ടയായ രീതിയിലാണല്ലോ നമ്മൾ വിളമ്പുന്നത്. അപ്പോൾ അത് കഴിച്ച ശേഷം നമുക്കുണ്ടാകുന്ന ഒരു ആരോഗ്യകരമായ ഒരു ഓണസദ്യ കൊണ്ടൊരു ഫീല്. അതുപോലെ തന്നെ നമ്മൾ അത്തപ്പൂക്കളം ഒരുക്കുന്നു. അത്തം മുതൽ 10 ദിവസം വരെ ഓണം നമ്മൾ വളരെ പ്ലാൻഡ് ആയിട്ടാണ് പൂക്കളം സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആദ്യ ദിവസം നമ്മൾ ഒരു കളം ഉണ്ടാക്കുന്നു, രണ്ടാമത്തെ ദിവസം അടുത്ത കളം ഇടുന്നു. അങ്ങനെ 10 ദിവസം ആകുമ്പോഴേക്കും വളരെ കളർഫുള്ളായിട്ടുള്ളൊരു മനോഹരമായ ഒരു പൂക്കളം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നു. ഇതുപോലെ നമ്മൾക്ക് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ചിട്ടയായ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും? ആദ്യം തന്നെ മൈഫിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ശ്രീപ്രിയ ചോദിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പൊതുവേ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിന് അവിടെ ബോംബെയിൽ ഒരു ഹോളിഡേ കിട്ടുമ്പോൾ പോലും നമുക്കൊരു ഓണത്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഹോളിഡേ കിട്ടാറില്ല. ബട്ട് ഈവൻ ദെൻ മലയാളിയെ സംബന്ധിച്ച് ഞാനിതിനെ കാണുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. കാര്യം ഈ ഓണം എന്ന് പറയുന്നത് നമുക്ക് ഹോളിഡേ ഇല്ല, മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു റെഗുലർ വർക്കിംഗ് ഡേ ആണ്, നമുക്ക് ട്രേഡിംഗ് ഡേ ആണ്. ബട്ട് ഈവൻ ദെൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഓണത്തിനെക്കുറിച്ച് ഞാൻ എന്നും പ്രേക്ഷകരെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഓണം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷം വരുന്ന ഒരു സമയം അല്ലേ? കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് ചേരുന്നു, വീടുകളിൽ ഒരുപാട് ഗസ്റ്റ് ഉണ്ടാവുന്നു, ഓരോ ദിവസം നല്ല നല്ല ഡ്രസ്സ് ഇടുന്നു, ഒരു ഹോളിഡേ മൂഡ് വരുന്നു, പഴയ ഫ്രണ്ട്സും അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടൊക്കെ നമ്മൾ ഒത്തുചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം നിറഞ്ഞ എൻവയറൺമെൻറ്റാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. നമ്മളിപ്പോൾ ഈ ചിങ്ങം 1 തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതായത് ഇത് നമ്മളെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്ത്, നമ്മളെ തന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സമയമാവട്ടെ എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലും ഞാൻ ഇതിനെ പറയുന്നത് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ള ഒരു സജഷൻ, അഡ്വൈസ് ഒന്നും പറയാൻ നമ്മൾ വലിയ ആൾക്കാരല്ല, എങ്കിലും നമ്മൾ പറയുന്ന കാര്യം വെച്ചാൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് തെറ്റുകളും ശരികളും ഇതുവരെ നമ്മുടെ ഇൻവോൾവ്മെൻറ്റിൽ നടന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ തെറ്റുകളൊക്കെ കുറയ്ക്കാൻ പറ്റും? ഇപ്പോൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് തെറ്റ് ചെയ്യും, നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് തെറ്റ് ചെയ്യും. ഈ തെറ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആ ലോസാണ് നമ്മുടെ പ്രോഫിറ്റിനെയും കൂടെ എടുത്തുകൊണ്ട് പോകുന്നത്. എന്നാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് മാർക്കറ്റിൽ നമ്മൾ ചെയ്ത പ്രോഫിറ്റബിൾ ട്രേഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എത്രയോ വലുതാവണമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് ഇത്രയും ആയില്ല എന്ന് പറയാൻ കാരണം ഓരോ ബാഡ് ട്രേഡ്സാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ലോസ് വന്ന ട്രേഡുകളാണ് ഈ പ്രോഫിറ്റ് വന്ന ട്രേഡിൻ്റെ പൈസയും കൂടി എടുത്തുകൊണ്ട് പോയത് എന്നുള്ള. അപ്പം ഞാനും നല്ല ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിലെ വലിയ എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, വലിയ ഇപ്പോൾ വാറൻ ബഫേ പോലത്തെ ലെജൻഡറി ഇൻവെസ്റ്റേഴ്സൊക്കെ പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് നിങ്ങൾ അതിനെ എടുക്കുകയാണെങ്കിൽ, അതായത് അതൊരു വലിയൊരു അസറ്റ് ടൂളായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് പോലെയോ ഗോൾഡ് പോലെയോ നിങ്ങൾ അതിനെ കണക്കാക്കി മുന്നോട്ട് പോകുന്നെങ്കിൽ, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കണക്കാക്കി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ഏത് തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അവിടെ സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ എമിനൻറ്റ് പേഴ്സൺസും പറയണത്, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ 95% നിങ്ങളിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഏത് സ്റ്റോക്ക് മേടിക്കണം, എപ്പോൾ മേടിക്കണം എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ അതൊരു ടോട്ടൽ എക്സസൈസിൻ്റെ 5% മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. 95% നിങ്ങൾ മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, അതിന് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ അതിലൊന്നും വീഴാതെ നിങ്ങളെ റീപൊസിഷൻ ചെയ്ത് നിങ്ങളുടെ ഫോക്കസോട് കൂടി മാർക്കറ്റിൽ മുന്നോട്ട് പോയാലേ മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പൊതുവേ എല്ലാവരും പറയുന്നത്. അത് 100% സത്യവുമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചത്. അപ്പം ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്, ഈ ഓണം എന്ന് പറയുന്ന ഈ ഫെസ്റ്റിവൽ സമയം നമ്മളെ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് എവിടെയൊക്കെ തെറ്റുപറ്റി, മിസ്റ്റേക്സ് ഡു ഹാപ്പൻ, ബട്ട് നമ്മൾ ഈ മിസ്റ്റേക്സിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. നമ്മൾ പറയില്ലേ, നോ മിസ്റ്റേക്സ് മെയ്ഡ്, ഓൺലി ലെസൺസ് ലേൺഡ് എന്നുള്ളത്. അപ്പോൾ ഈ ഓണം എന്ന് പറയുന്ന ആ ഒരു ഫെസ്റ്റീവ് മൂഡിൽ നമ്മുടെ ബ്രെയിനും
നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമൊക്കെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കുടുംബാംഗങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ പുതിയ ഉടുപ്പൊക്കെ ധരിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഹോളിഡേ മൂഡ് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളിലുള്ള മോശം, അതായത് നമ്മൾ തെറ്റ് ചെയ്യുന്നത് എവിടെയാണോ അത് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ ഇതൊരു വലിയ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു വർത്തമാനമായിട്ട് പ്രേക്ഷകർ ഇതിനെ കണക്കാക്കണമെന്നില്ല. കാര്യം ഞാനിത് പറയുന്നത് വെച്ചാൽ തെറ്റുകൾ കുറയ്ക്കാൻ മാർക്കറ്റിൽ എന്താ ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ഫോക്കസ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓണമായിട്ട്, ഇപ്പോൾ ഓണം ഒരു ഫെസ്റ്റിവലായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ ബേസ് ചെയ്ത് ശ്രീപ്രിയ എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ അതിൻ്റെ മൂഡ് ഇതിനകത്ത് ഉൾക്കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊരു ചാൻസ് ആയിട്ട് എടുക്കുക. കാര്യം നമുക്ക് മനുഷ്യർക്ക് എപ്പോഴെങ്കിലും ഒരു കാരണം വേണം, ഒരു ട്രിഗർ വേണം അല്ലേ. നമുക്ക് ഒരു വീക്കെൻഡ് എന്ന് പറയുമ്പോൾ ഒരു അവധി കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രിഗറായി, ആ ഒരു ഹാപ്പി ട്രിഗറിലും ആ വൈബിലുമാണ് നമ്മളൊരു സാറ്റർഡേയും സൺഡേയും എൻജോയ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ഓണം ട്രിഗറായിട്ടെടുത്ത് നമ്മളിൽ തന്നെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ നന്മകൾ കുറച്ചുകൂടി നന്നാക്കി നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മാർക്കറ്റിലെ, ഞാൻ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും തുടർന്നില്ല, കാര്യം അതൊരു ലൈഫ് കോച്ച് എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. മാർക്കറ്റിൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ മാർക്കറ്റിൽ വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഉയർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിലിപ്പോൾ ശ്രീപ്രിയ ചോദിച്ച പോലെ നമ്മുടെ ഒരു ഓണത്തിൻ്റെ ഓണസദ്യ അല്ലെങ്കിൽ ഒരു അത്തപ്പൂക്കളം, ഇതിലെല്ലാം പറയുന്ന ഒരു കാര്യം എന്താ, ഇപ്പം ഓണസദ്യ തന്നെ എടുക്കാം. ഇപ്പോൾ ശ്രീപ്രിയ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ ഓരോ വിഭവങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യം ഒരു സദ്യയിലുണ്ട്. അത് എവിടെ വിളമ്പുന്നു, എപ്പോൾ വിളമ്പുന്നു അല്ലേ, അന്ന് ഏതാണ് നമ്മൾ കഴിക്കേണ്ടത് ആദ്യം, അങ്ങനെയൊക്കെ സദ്യയ്ക്ക് ഒരു സയൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമില്ല. എങ്കിലും ഒരു കാര്യം പറയാം, നമ്മുടെ ലോകത്തെ എന്ത് കാര്യം എടുക്കുമ്പോഴും നമ്മളൊരു പോർട്ട്ഫോളിയോ എടുക്കുമ്പോഴും അതിൻ്റെ പുറകിലും ഒരു സയൻസ് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ സയൻസ് വേണമെങ്കിൽ ഓരോരുത്തർക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം. അതായത് ഇത് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഡെഫിനിറ്റ് റൂളില്ല. അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സക്സസ്സിലേക്ക് എത്തും എന്ന് ഡെഫിനിറ്റ് റൂളില്ല മാർക്കറ്റിൽ കുറച്ച് ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏത് സ്ട്രാറ്റജി നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതിന് നമ്മൾ നമ്മുടേതായ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് വേണം ചെയ്യാൻ. അതായത് ശ്രീപ്രിയയ്ക്ക് സക്സസ് ആവുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ശ്രീപ്രിയയുടെ കുടുംബം, ശ്രീപ്രിയ വളർന്ന രീതി, ശ്രീപ്രിയയുടെ ഒരു ബേസിക് സ്വഭാവം, ഇതൊക്കെ വെച്ചിട്ടേ ശ്രീപ്രിയയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ലൈഫിൽ. എനിക്കാണെങ്കിൽ എൻ്റേതായ സാഹചര്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ജീൻസിലുള്ള ഒരു സ്വഭാവം, ഇത് വെച്ചേ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. ആ രീതി ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി, അതൊരു സ്റ്റോക്സിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വെൽത്ത്, നമ്മളെല്ലാം കൂടെ ചേർന്ന് റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ബോണ്ട്, കറൻസി, സ്റ്റോക്സ്, ഇതെല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു പോർട്ട്ഫോളിയോ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ശരി, ഓരോ കാര്യത്തിനും അതിൻ്റേതായ റെലവൻസ് ഉണ്ട്, അതിൻ്റേതായ സമയമുണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്ന് പറയുന്നത് ഒരു സൈക്കിളായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. അതായത് ഇപ്പം ഏത് സൈക്കിളിലാണ് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത്? സ്റ്റോക്സിലാണോ, റിയൽ എസ്റ്റേറ്റിലാണോ, ഗോൾഡിലാണോ? അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ അത് കോറാക്കി മുന്നോട്ട് പോവുക. ഇപ്പം നമ്മൾ ചോറ് എന്ന് പറയുന്നതാണല്ലോ നമ്മളൊരു സദ്യയിൽ കോറായിട്ട് എടുക്കുന്നത്. അതാണല്ലോ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ കറികളും വിളമ്പിയതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇലയിൽ വിളമ്പുന്നത്. അപ്പോൾ അതേപോലെ ഏത് അസറ്റ് ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാത്രമുള്ള ഒരു പോർട്ട്ഫോളിയോയിലാണെങ്കിൽ ഏത് സ്റ്റോക്കിനായിരിക്കും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി, അവിടെ മാക്സിമം അലോക്കേഷൻ വരിക എന്നുള്ളതാണല്ലോ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളൊരു ഇലയോ അല്ലെങ്കിൽ ഒരു ഇലസദ്യ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കോർ ആയിട്ടുള്ളൊരു സാധനവും അതിൻ്റെ ചുറ്റുമുള്ള സാറ്റലൈറ്റും നമ്മളൊന്ന് ആലോചിക്കുക. അതിപ്പോൾ ഉപ്പ് മുതൽ ഈ പറയുന്ന പോലെ നമ്മൾ കായവറുത്തതും ശർക്കര ഉപ്പേരിയും, പിന്നെ അത് കഴിഞ്ഞ് വിവിധ തരം പിക്കിളും അച്ചാറും, പിന്നെ അങ്ങനെ നിരന്നാണ് നമ്മുടെ സദ്യ വരുന്നത് എന്നുള്ള അതിനെ ഒരു സാറ്റലൈറ്റ് ആയിട്ട് തീരുമാനിച്ച് നമ്മൾ നടുക്ക് വിളമ്പുന്ന നമ്മുടെ ഈ ചോറ് എന്ന് പറയുന്നത് ഒരു കോറായിട്ട് കണക്കാക്കി ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്, എവിടെയാണ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്നത്. അതായത് ഒരു പക്ഷേ ഒരു അസറ്റ് ഡിസ്കൗണ്ടിലായിരിക്കും ട്രേഡ് ചെയ്യുന്ന സമയം, ആ ഡിസ്കൗണ്ടിൽ കിടക്കുന്ന, അതായത് അതിൻ്റെ വാല്യൂവിനെക്കാട്ടിലും താഴത്തെ ഒരു പ്രൈസിനാണ് അത് ട്രേഡ് ചെയ്യണമെങ്കിലാണ് നമ്മൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു അസറ്റിനെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കാം ഇനി ഭാവിയിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയി നമ്മൾ കുറച്ച് മേടിച്ചിട്ട് കാര്യമില്ല. ആ ഓപ്പർച്യൂണിറ്റി കറക്റ്റായിട്ട് നമ്മളിലേക്ക് എത്തണം, നമ്മുടെ വെൽത്തിലേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എവിടെയാണോ ഓപ്പർച്യൂണിറ്റി അവിടെ കൂടുതൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
എന്നാൽ അധികം ഡിസ്കൗണ്ട് അല്ലാത്ത, അതായത് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ നമ്മളൊരു സാറ്റലൈറ്റ് ആയിട്ട് മാറ്റി മുന്നോട്ട് പോകണം. നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ ഇപ്പോൾ ഓണം അല്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം ഓണസദ്യയുടെ കാര്യം ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു അത്തം ചോദിച്ചുകൊണ്ടോ ഞാൻ അതിനെ മിങ്കിൾ ചെയ്തൊന്ന് പറഞ്ഞു എന്ന് മാത്രം. കാര്യം നമ്മളൊരു ഫെസ്റ്റീവ് മൂഡിലാണ്, നമ്മുടെ അറ്റയേഴ്സ് തന്നെ ഒരു ഫെസ്റ്റീവ് കളക്ഷനാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതായിട്ട് ചേർന്ന് ഒരു ഓണം പ്രോഗ്രാമായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെയും നമ്മൾ മാർക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ വക കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഞാൻ പറയുന്നത് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി മലയാളിയെ സംബന്ധിച്ച്. മാർക്കറ്റ് ആണെങ്കിൽ അതിലൊരു പ്രത്യേക രീതിയിലാണ് നിൽക്കുന്നതെന്ന് താൻ. അതായത് നമ്മുടെ ഹെഡ്ലൈൻ ഇൻഡിസസ് ആയിട്ടുള്ള നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 2024 അവസാനം, അതായത് സെപ്റ്റംബർ ഒക്ടോബറിന് ശേഷം വലിയ രീതിയിൽ നിഫ്റ്റി പെർഫോമൻസ് തന്നില്ല എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. അത് ശരിയുമാണ്. കാര്യം വെച്ചാൽ നിഫ്റ്റി 50 എന്ന് പറയുന്നതിന് ഒരു വെയിറ്റേജ് ഉണ്ട്. അതായത് നിഫ്റ്റി 50 കമ്പോണൻസ് എന്ന് പറയുന്നത് 50 സ്റ്റോക്കാണ്. ഈ 50 സ്റ്റോക്സിന് ഈ നിഫ്റ്റി 50യിൽ ഒരു വെയിറ്റേജ് ഉണ്ട്. അതായത് നിഫ്റ്റിയുടെ ഭൂരിഭാഗം വെയിറ്റും താങ്ങുന്നത് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പിന്നെ അതിനകത്ത് നമ്മൾ നോക്കുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികളായ റിലയൻസ് പോലെയുള്ള കമ്പനികളും പിന്നെ IT കമ്പനികളും. ഇവരെല്ലാം കൂടെ ചേർന്നാണ് നിഫ്റ്റി 50 സ്റ്റോക്സിൻ്റെ നല്ല ഒരു ഭീമമായ വെയിറ്റ് താങ്ങുന്നത്. ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകൾക്ക് വലിയൊരു മൂവ്മെൻറ്റ് ലാസ്റ്റ് 1.5-2 കൊല്ലം കൊണ്ട് സംഭവിച്ചില്ല. ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കിങ്ങിൻ്റെ സ്റ്റോക്സ് ആയാലും ശരി, റിലയൻസ് സ്റ്റോക്സ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ BPCL, HPCL, അല്ലെങ്കിൽ ONGC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്സ് ആണെങ്കിലും ശരി, IT കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL ടെക്നോളജീസ് ഒന്നും വലിയ രീതിയിൽ ഇൻഡെക്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്ന ആ വെയിറ്റുള്ള ആ ഒരു എന്താ പറയുക ഒരു ഇൻഡെക്സിന്, അതിൻ്റെ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള കമ്പോണൻസിന് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് വരാത്തിടത്തോളം കാലം ഇൻഡെക്സിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെ. എന്നാൽ ഇൻഡെക്സ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് കുറച്ചുകൂടെ ബ്രോഡർ മാർക്കറ്റിലേക്ക്, മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഓഹരികളിലേക്ക് പോകുമ്പോൾ പല സ്റ്റോക്കുകളും, അതായത് 200-ൽ പരം 300-ൽ പരം സ്റ്റോക്കുകൾ ഡബിളും ട്രിപ്പിളും വലിയ രീതിയിലുള്ള പെർസെൻറ്റേജ് റിട്ടേണും നമുക്ക് തന്നു എന്നുള്ള. അപ്പം മാർക്കറ്റിൽ പലരും മുന്നോട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് കയറിയിട്ടേ ഇല്ല, ലോകത്തുള്ള എല്ലാ മാർക്കറ്റും കയറി, എന്നാൽ ഇന്ത്യ മാത്രം കയറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ, ലോകത്ത് കയറിയ സ്റ്റോക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ US കാര്യമാണെങ്കിൽ ആ കയറിയ സ്റ്റോക്കുകൾ അവരുടെ ഇൻഡെക്സിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊറിയൻ മാർക്കറ്റിൻ്റെ കോസ്പി എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് അവിടെ ഏറ്റവും കൂടുതൽ കയറിയ സ്റ്റോക്സ് ഉള്ളത്. SK ഹൈനിക്സും സാംസങ് എന്ന് പറഞ്ഞ പോലത്തെ കമ്പനികൾ. ഈ കമ്പനികൾ ഈ കോസ്പിയുടെ ഇൻഡെക്സിൻ്റെ ഭൂരിഭാഗം വെയിറ്റേജും, അതായത് 40-50% ഈ 2 കമ്പനിയാണ്. അപ്പോൾ ഈ 2 കമ്പനി കയറിയാൽ തന്നെ ഈ കോസ്പി കൊറിയൻ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറിയതായിട്ട് കാണിക്കും. അപ്പം അവിടെ നിന്നുകൊണ്ട് കോസ്പി മാർക്കറ്റ് കമ്പാരിസൺ ആയിട്ട് വെച്ചിട്ട്, കൊറിയൻ മാർക്കറ്റ് കമ്പാരിസൺ ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഇൻഡെക്സ് ആയ നിഫ്റ്റി 50 നോക്കുമ്പോൾ ഇൻഡെക്സ് അധികം മൂവ് ചെയ്തില്ല എന്ന് കാണപ്പെടും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാര്യം എന്താ, നമ്മുടെ ഇവിടെ ഇൻഡെക്സിലുള്ള ആൾക്കാരല്ല മൂവ് ചെയ്ത്, നമ്മുടെ ഇവിടെ വേറെ ആൾക്കാരാണ് മൂവ് ചെയ്ത്. അപ്പം നമ്മളത് ശരിക്കുമായിട്ടുള്ള ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ അല്ല. ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ എടുക്കണം എന്നുണ്ടെങ്കിൽ SK ഹൈനിക്സും സാംസങ്ങും ഉൾപ്പെടുന്ന കോസ്പിയും നമ്മുടെ ഇവിടുത്തെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുമായിട്ട് റിലേറ്റീവായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇന്ത്യൻ മാർക്കറ്റ് വലിയ രീതിയിൽ പല സ്റ്റോക്കുകളും ഡബിളും ട്രിപ്പിളും ആയി, അല്ലെങ്കിൽ ഈവൻ 500 ടൈംസ് വരെ ആയ സ്റ്റോക്കുകൾ ഉണ്ട് എന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈവൻ 28-30 ദിവസം കൊണ്ട് 90% റിട്ടേൺ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 28-30 ദിവസം കൊണ്ട് 90% റിട്ടേൺ വന്ന സ്റ്റോക്കുകൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ള, അതിന് കാരണവും ഉണ്ടായിരുന്നു എന്നുള്ള. അപ്പം നമ്മൾ മാർക്കറ്റിൽ നമ്മൾ അതിൽ നിന്ന് എന്താ, നമ്മുടെ കയ്യിൽ ഇപ്പം നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ഇരിക്കുന്ന സമയം, തിരുവോണ സമയം അല്ലെങ്കിൽ ഈ ഓണത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ കയറിയ സ്റ്റോക്കുകളുണ്ട്, ഇറങ്ങിയ സ്റ്റോക്കുകളുണ്ട്, അനങ്ങാത്ത സ്റ്റോക്കുകളുണ്ട്. ഓക്കെ, ഈ കയറിയ സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? മാർക്കറ്റിനെ കുറ്റം പറയുന്ന കാര്യമുണ്ടോ? കാര്യം മാർക്കറ്റിൽ കയറിയതുകൊണ്ട്, കയറാത്തതുകൊണ്ട്, ഇറങ്ങിയതുകൊണ്ട്. അപ്പോൾ ഈ കയറിയ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ പെടാതെ പോയത് നമ്മുടെ തെറ്റാണ് എന്ന് മനസ്സിലാക്കണം. കാര്യം മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ സൂരജ് നായർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മാർക്കറ്റിന് ഒരിക്കലും അറിയില്ലല്ലോ, അയ്യോ സൂരജ് നായർ മേടിച്ചത് കാരണം സൂരജ് നായറിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഈ സ്റ്റോക്കുകളൊക്കെ കയറ്റിയേക്കാം. ഇല്ല, മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രീതിയിലായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ രീതി തോന്നിയ കാര്യമാണ്, നമ്മുടെ മോദിജി മെലഡി ചോക്ലേറ്റ് കൊടുത്തിട്ട് നമ്മൾ ആ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഉയർന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്ന കാര്യങ്ങളല്ലേ. ഇറ്റാലിയൻ പൊളിറ്റിക്കൽ ലീഡറായ മെലോണിയെ കുറിച്ച്
അത് പറഞ്ഞത് ഇവിടെ മെലഡി ആയിട്ട് എടുത്ത് അതിൽ സ്റ്റോക്ക് മാർക്കറ്റ് കയറിയ എന്ന് പറയുന്നതൊക്കെ ഒരു നോയിസാണ്. കാര്യം വെച്ചാൽ അതിൻ്റെ പുറകിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ബാക്കിംഗ് ഒന്നുമില്ല. അത് കയറിയതിന് കാരണങ്ങളൊന്നുമില്ല. അത് കുറേ ഓപ്പറേറ്റേഴ്സും മാനിപ്പുലേറ്റേഴ്സും കൂടെ അത് ചെയ്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു കാര്യത്തിൽ നിന്നും അതിലെ ആ മെലഡി എന്ന് പറയുന്ന വാക്കെടുത്ത് അതിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് പേര് ഉപയോഗിച്ചത് കാരണം അത് കയറി എന്നല്ലാതെ അതിന് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടോ ഒരു ടെക്നിക്കലായിട്ടോ ബാക്കിംഗ് ഉള്ള ഒരു കാര്യമല്ല. ബട്ട് ഈവൻ ദെൻ അങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് മാർക്കറ്റ് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ആ മാർക്കറ്റിൽ സൂക്ഷിച്ച് നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. അതായത് നമ്മൾ എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറകെ പോവാം. അതിൻ്റെ പുറകെ പോയിട്ട് ഈ മെലഡി ഭയങ്കരമായിട്ട് കയറുന്നുണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് കയറിയത് എന്നുള്ള അന്വേഷിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? അപ്പം മാർക്കറ്റിൽ ചതിയുണ്ട്, മാർക്കറ്റിൽ നന്മയുണ്ട്, മാർക്കറ്റിൽ തിന്മയുണ്ട്. ഇത് എവിടെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ നമ്മൾ നല്ല സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമായിരുന്നു എന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് മാർക്കറ്റിന് ഒരിക്കലും അയ്യോ ഇയാളൊരു പാവപ്പെട്ടവനാണല്ലോ ഇയാളെ സഹായിച്ചത് ഒരിക്കലുമില്ല. മാർക്കറ്റ് ഒരു ജനാധിപത്യമായിട്ടുള്ള രീതിയാണ്. അവിടെ ബുൾസും ഉണ്ട്, ബയസും ഉണ്ട്, നെഗറ്റീവായിട്ട് വിശ്വസിക്കുന്നവരുണ്ട്, പോസിറ്റീവായിട്ട് വിശ്വസിക്കുന്നവരുണ്ട്. ഇവരെല്ലാവരുടെയും കളക്റ്റീവ് വിസ്ഡമാണ് നമ്മൾ ഈ കാണുന്ന പ്രൈസ്. ചിലവർ പറയുന്നു ഈ സ്റ്റോക്ക് താഴേക്ക് പോകും, അതുകൊണ്ട് വിൽക്കുന്നു. ചിലവർ പറയുന്നു ഇത് മുകളിലേക്ക് കയറും, അങ്ങനെ മേടിക്കുന്നു. അങ്ങനെയാണല്ലോ ഒരു കൗണ്ടറിൽ ട്രേഡിംഗ് നടക്കുന്നത്. കുറേ പേര് വിൽക്കുന്നു, കുറേ പേര് വാങ്ങിക്കുന്നു. കുറേ പേര് പറയുന്നു ഇത് കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനിത് ഈ പറയുന്ന പോലെ മുകളിലിട്ട് മേടിക്കുന്നു. ചിലവർ പറയും ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തിട്ട് പോവാം. ഇതിൻ്റെ എല്ലാവരുടെയും കൂടെ ഒരു കളക്റ്റീവായിട്ടുള്ള ഡിസിഷനാണ് അല്ലെങ്കിൽ ഒരു വിസ്ഡമാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്ന പ്രൈസ്. അതായത് നമ്മളൊരു ഇലക്ഷൻ പ്രക്രിയയ്ക്ക് പോകുന്നതായിരിക്കും. ഒരാൾ വേറെ നിങ്ങൾക്ക് 4 ആയിട്ട് വോട്ട് ചെയ്യും, വേറെ കുറേ പേര് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യും. എന്നാൽ 4 ആണ് കൂടുതലെങ്കിൽ ആ വ്യക്തി ജയിക്കും, എഗെയിൻസ്റ്റ് ആണ് കൂടുതലെങ്കിൽ ആ വ്യക്തി തോൽക്കും എന്ന് പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതും ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ആൾക്കാരുടെ ഒരു എന്താ പറയുക പെർസെപ്ഷൻ അബൌട്ട് ദാറ്റ് സ്റ്റോക്ക് എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയുക. അവരുടെ കാഴ്ചപ്പാട് ഈ സ്റ്റോക്കിനെ കുറിച്ച് കയറുമോ ഇല്ലയോ, നല്ലതോ മോശം, അതിൻ്റെയാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ അതിൽ മാർക്കറ്റിന് യാതൊരു പങ്കുമില്ല. മാർക്കറ്റ് എന്ന് പറയുന്നത് വെറും ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മാർക്കറ്റായിട്ട് സങ്കല്പിക്കുക. അവിടെ വിൽക്കാൻ വരുന്നവരുമുണ്ട്, മേടിക്കാൻ വരുന്നവരുമുണ്ട്. അതിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കുന്നവരും മേടിക്കുന്നവരും തമ്മിലാണ് ബന്ധമുള്ളത്. മാർക്കറ്റ് അതിനൊരു വേദി ഒരുക്കുന്നു, ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നു, അല്ലാതെ മാർക്കറ്റിന് വേറെ യാതൊരു ഇൻറ്റൻഷനും അതിനകത്തില്ല എന്നുള്ള. അപ്പം നമ്മൾ മാർക്കറ്റിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതിനെ ഡ്രൈവ് ചെയ്യുന്ന കംപ്ലീറ്റ് മേടിക്കുന്നവരും വിൽക്കുന്നവരുമാണ്. അപ്പോൾ ആ മേടിക്കുന്നവരിലോ വിൽക്കുന്നവരിലോ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നമുക്കവിടെ നല്ല സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത്? അത് നമ്മളെ തന്നെയാണ് കുറ്റം പറയേണ്ടത് എന്നുള്ള. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്കിപ്പോഴും അറിയാം, നമ്മുടെ പല പ്രേക്ഷകർ അല്ലെങ്കിൽ എനിക്ക് അറിവുള്ളവരും എൻ്റെ കുടുംബത്തിൽ തന്നെ പലരും വെച്ച് മാർക്കറ്റ് എന്തായി കയറുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം സിറ്റിയുടെ നടുക്കാണ് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കും. ഇവിടെ നമ്മൾ എറണാകുളത്ത് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ശ്രീപ്രിയോ അല്ല നമ്മുടെ ഏതെങ്കിലും പ്രേക്ഷകർ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഒരു സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഏതാ? നിങ്ങളുടെ പൈസയ്ക്കൊത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ലൊക്കേഷനിൽ നിങ്ങൾ കൊടുക്കുന്ന കാശിന് അത് അട്രാക്റ്റീവ് ആണോ? നിങ്ങൾ ഒരിക്കലും വില കൂടുതൽ കൊടുത്തത് മേടിക്കാറില്ലല്ലോ. ആ ഒരു രീതിയിലല്ലേ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് നിങ്ങൾ മേടിക്കുന്ന ആ സിംഗിൾ പ്രോപ്പർട്ടി, ഇപ്പോൾ ഒരു 10 സെൻറ്റ് ആണെങ്കിൽ ആ 10 സെൻറ്റിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മാത്രമല്ലേ നിങ്ങൾ അനലൈസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം നല്ലതാണോ, ഡോക്യുമെൻ്റ് നല്ലതാണോ, അതിൻ്റെ ട്രാൻസാക്ഷൻ കറക്റ്റായിട്ട് നടത്താൻ പറ്റുമോ, അതിന് നല്ല വാസ്തുവായിട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല പ്ലേസ്മെൻ്റ് ആണോ അതിനുള്ളത്, അതിൻ്റെ ലൊക്കാലിറ്റി, അതിൻ്റെ പല കാര്യങ്ങൾ, വെള്ളക്കെട്ടുണ്ടാവുമോ, ഡ്രെയിനേജ്, പവറിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമ്മൾ ഇറക്കുന്ന കാശിന് അതിനൊരു വില കിട്ടുമോ, നാളെ വിറ്റാൽ ഇതിനൊരു പ്രോഫിറ്റ് കിട്ടും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളവിടെ മേടിക്കുന്നത് അല്ലേ. നമ്മൾ ചിലവാക്കുന്ന കാശിന് ഇതൊരു വാല്യൂ ബൈ ആണോ എന്നുള്ള. നിങ്ങൾ ഒരിക്കലും എറണാകുളത്ത് ആ 10 സെൻറ്റ് മേടിക്കാൻ നേരത്ത് എറണാകുളം എന്ന് പറയുന്ന ജില്ലയുടെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ കൺസേൺ ആവാറില്ലല്ലോ. നിങ്ങളൊരു പിറവത്തെയോ വൈറ്റ്ലയിലെയോ പാലാരിവട്ടത്തെയോ അല്ലെങ്കിൽ വൈപ്പിനിലെയോ സ്ഥലത്തിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കാറില്ലല്ലോ. നിങ്ങൾ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂവിന് മാത്രമല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളൂ. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന 4-5 സ്റ്റോക്ക് ആണെങ്കിൽ ആ സ്റ്റോക്കിനെ മാത്രം ഫോക്കസ് ചെയ്താൽ പോരെ. നമ്മളെന്തിനാ ഈ നിഫ്റ്റിയെയും സെൻസെക്സിനെയും നോക്കുന്നത്? ഈ നിഫ്റ്റി എന്ന് പറയുന്നത് എറണാകുളമായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 10 സെൻറ്റായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ
നിങ്ങൾ എന്തിനാണ് ടോട്ടൽ മാർക്കറ്റിനെ കുറിച്ച് വറി ചെയ്യുന്നത്? നിങ്ങൾ മേടിച്ച സ്റ്റോക്കിനെ മാത്രം കുറിച്ച് ആലോചിച്ച് അതിൻ്റെ കാര്യങ്ങൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോയാൽ പോരെ. അപ്പം മാർക്കറ്റിൽ നല്ല സ്റ്റോക്കുകളുണ്ട്, മോശം സ്റ്റോക്കുകളുണ്ടെങ്കിൽ ആ നല്ല സ്റ്റോക്കുകൾ ഒരു നല്ല പ്രോപ്പർട്ടി മേടിക്കും പോലെ നമ്മൾ മേടിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സദ്യയുടെ ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ഒരു സദ്യ കഴിക്കുന്നു, ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ ഒരു വേറെ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കഴിക്കുന്നതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കഴിക്കുമ്പോൾ എല്ലായിടത്തും സദ്യയിൽ എല്ലാ വിഭവങ്ങളും ഒരേപോലെ ടേസ്റ്റ് ആവണം നിർബന്ധമില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? എല്ലാത്തിൽ നിന്നും നമ്മൾ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അവിയൽ വളരെ നന്നായിട്ടുണ്ട്, പുളി ഇഞ്ചി നന്നായിട്ടുണ്ട്, പൈനാപ്പിൾ പച്ചടി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അത് കഴിക്കുകയും അത് കൂടുതൽ ചോദിക്കുകയും അതല്ലേ നമ്മൾ വീണ്ടും വിളമ്പാൻ പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ട് കിടക്കുന്ന കമ്പനികൾ എന്ന് പറയുന്നത് നമ്മുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ രാവിലെ പല്ല് തേക്കാനായിട്ട് നമ്മൾ കോൾഗേറ്റ് ഉപയോഗിക്കുന്നു, കോൾഗേറ്റ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. നമ്മളൊരു നെസ്കഫേയുടെ കോഫി കുടിക്കുന്നു, അത് നെസ്ലെ എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റഡ് ആണ്. എന്തിനാ? ഒരു പായസം ഉണ്ടാക്കുന്ന മിൽക്ക് മെയ്ഡ് തരുന്ന കമ്പനിയായ നെസ്ലെ പോലും മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. നമ്മൾ ഓഫീസിൽ പോകാനായിട്ട് നമ്മൾ ധരിക്കുന്ന ഷൂസ് ആണെങ്കിലോ ബാറ്റയുടെയാണ്. ലൂയി ഫിലിപ്പോ, പീറ്റർ ഇംഗ്ലണ്ടോ, വാൻ യൂസൻ ആണെങ്കിലോ ആദിത്യ ബിർള ഫാഷൻസിൻ്റെ ബ്രാൻഡാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കാർ മാരുതി സുസുക്കിയോ ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ അത് ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പം നമ്മുടെ ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇറ്റേണൽ എന്ന് പറയുന്ന കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. നമ്മൾ അതിനെ അറിയപ്പെടുന്നത് എന്താ? വീട്ടിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന സൊമാറ്റോ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഗ്രോസറി ഡെലിവറി ചെയ്യുന്ന ബ്ലിങ്കിറ്റ് എന്നിങ്ങനെ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജീവിതവും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ഇണചേർന്ന് നിൽക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന ബിസിനസ്സിലായിരിക്കും ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്. കാര്യം ആ ബിസിനസ് എങ്ങനെയാണ് നന്നായിട്ട് പോകുന്നത്. ഒരു റെസ്റ്റോറൻറ്റ് ഉടമ, അല്ലെങ്കിൽ ഒരു ഫുഡ് ഡെലിവറി ബോയ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വിഗ്ഗിയുടെ കൺസ്യൂമറായിട്ട്, അതായത് സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ ഡെലിവറി ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ കൺസ്യൂമറിനായിരിക്കും ഒരു പക്ഷേ ഈ സർവീസിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാം. അപ്പോൾ ആ സ്റ്റോക്ക് അനലൈസ് ചെയ്യാൻ അവനായിരിക്കും ഏറ്റവും കൂടുതൽ കഴിവുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു സദ്യ കഴിക്കുമ്പോൾ എനിക്കിപ്പോൾ കാളനാണ് അല്ലെങ്കിൽ ഫ്രൂട്ട് പച്ചടിയാണ് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ആദ്യം കൈവയ്ക്കുന്നത് അതിലായിരിക്കും. അത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഞാനത് കൂടുതൽ മേടിക്കും, അല്ലേ? നമ്മൾ കൂടുതൽ അലോക്കേറ്റ് ചെയ്യും എന്ന് നമ്മൾ അതിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? അപ്പം നമ്മുടെ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്, നമ്മളൊരു സദ്യ ആദ്യം വിളമ്പ് നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നത് ഫ്രൂട്ട് പച്ചടിയിലും കാളനിലുമാണ്. കാര്യം എന്താ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാദ്യം നമ്മളൊന്ന് തൊട്ട് നമ്മൾ നാവിൽ വെച്ച് നോക്കും. അപ്പോൾ ഇത് കൊള്ളാലോ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം നമ്മുടെ കൈ എവിടെയാണ് ആദ്യം പോകുന്നത്? നമുക്കറിയാവുന്ന, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ സാഹചര്യത്തിന്, എൻ്റെ പാലറ്റ്, എൻ്റെ സ്വഭാവം, എൻ്റെ ജീവിത സാഹചര്യം, എൻ്റെ കുടുംബത്തിന് യോജിച്ച രീതിയിലാണ് ഞാനത് എടുത്തതെന്ന് പറയും പോലെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള. അങ്ങനെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മൾ തീർച്ചയായിട്ടും സക്സസ് ആവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം നമ്മൾ എപ്പോഴും പറ്റുന്ന കാര്യം, നമ്മൾ നമ്മുടേതായ ഒരു വഴി ഒരുക്കി പോവാതെ വേറെ ആരോ ഒഴുക്കിയ വഴി കൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഒരു സദ്യ വേറെ ആൾ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അടുത്ത പന്തിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ കഴിച്ചു നോക്കിയിട്ട് പറയും അയാൾ എന്താ പറഞ്ഞ പായസം നന്നായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നാറില്ലേ? എന്തുകൊണ്ട്? അയാളുടെ രീതി അല്ല നമ്മുടെ രീതി. അയാൾക്ക് ചിലപ്പോൾ അധികം മധുരം ഇഷ്ടമുണ്ടാവില്ല, എനിക്കാണെങ്കിൽ ചിലപ്പോൾ വലിയ മധുരം ഇഷ്ടമുള്ള ആളായിരിക്കാം. മനസ്സിലായി? അയാൾക്ക് ചിലപ്പോൾ ഈ കളറ് വെളുത്ത് തന്നെ ഇരിക്കണം, എന്നെ സംബന്ധിച്ച് ചെറുതായിട്ടൊരു ചോക്ലേറ്റ് കളർ ഇഷ്ടമാണ്. അപ്പോൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വ്യത്യാസമാണ്, അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വ്യത്യാസമാണ് ഒരു സദ്യയുടെ കാര്യത്തിൽ. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലും വരില്ലേ? എന്നെ സംബന്ധിച്ച് എൻ്റെ രീതിയിലുള്ള, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്റ്റോക്കുകൾ മേടിച്ചാലേ എനിക്ക് മാർക്കറ്റിൽ ശോഭിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ പോയാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ പറയുന്നത് യു വിൽ നോട്ട് മേക്ക് മണി വിത്ത് എ ബോറോഡ് കൺവിക്ഷൻ. വി ആർ മോസ്റ്റ് കംഫർട്ടബിൾ അറൗണ്ട് അവർ ഫ്രണ്ട്സ് ആൻഡ് അവർ ഫാമിലി എന്ന് പറയുന്ന പോലെ നമ്മുടെ കൂടെ നമ്മുടെ സ്റ്റോക്കുകളും നമ്മുടെ അസറ്റുകളും നമ്മുടെ ഒരു കുടുംബം പോലെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ നേരത്തെ ശ്രീപ്രിയ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സദ്യ എന്ന് പറയുന്നത്, സദ്യയിൽ എത്രയാണ്? 26 വിഭവങ്ങളാണോ? എനിക്കറിയില്ല, അതിനെക്കുറിച്ച് സദ്യയെക്കുറിച്ച് പറയാനായിട്ട് ആധികാരികമായിട്ട് എനിക്ക് അറിവില്ല എന്നുള്ളതാണ്. ബട്ട് നമ്മൾ ആ ഒരു സദ്യയുടെ എല്ലാ കറികളും ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറികളായിരിക്കും ഒരു സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ആ സദ്യ നന്നായിരുന്നു എന്ന് പറയാൻ തോന്നിക്കുന്നത്, അല്ലേ? ഇപ്പൊ കൂട്ടുകറി കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല, പൊതുവേ എനിക്ക് കൂട്ടുകറി ഇഷ്ടമല്ല. കൂട്ടുകറി എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കൂട്ടുകറിയിൽ എരിവ് കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയോ എന്നുള്ളത് എന്നെ ബാധിക്കില്ല. ഞാൻ അതിനെ മാറ്റി വെച്ചിട്ട് ഞാൻ പറയും സദ്യ കൊള്ളായിരുന്നു, കാര്യം എനിക്കിഷ്ടമുള്ള എല്ലാ കറികളും നന്നായി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പല രീതിയിലാണ് എന്നുള്ള, അപ്പോൾ അത് മനസ്സിലാക്കി വേണം നമ്മളിത് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇതൊരു
എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഓണം എന്ന് പറയുന്നതിന് മാർക്കറ്റിന് വലിയ സ്പെഷ്യാലിറ്റി ഇല്ലെങ്കിലും ഓണം എന്ന് പറയുന്നതിന് നമുക്കൊരുപാട് സ്പെഷ്യാലിറ്റിയുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇത് സന്തോഷത്തിൻ്റെ സമയത്തും നമ്മളിൽ എല്ലാ ഹാപ്പി ഹോർമോൺസും നന്നായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷകരമായിട്ടുള്ള നമുക്കിഷ്ടപ്പെടുന്ന നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ചുറ്റുവട്ടത്ത് ഇരുന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിലുള്ള തെറ്റുകൾ മാറ്റാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ നമുക്ക് സഹായിക്കും. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു വാക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പം നമ്മൾ ഈ ഹിന്ദു സ്പിരിച്വാലിറ്റിയിൽ ഈ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ശത്രു സംഹാര പൂജ. അപ്പം ശത്രു സംഹാര പൂജയ്ക്ക് നമ്മൾ ഓഫീസിൽ നിന്ന് റെസിപ്റ്റ് എടുത്തിട്ട് നമ്മൾ അകത്ത് ശ്രീകോവിലിനകത്ത് കയറിയിട്ട് പൂജാരിയായ തിരുമേനിയുടെ കയ്യിൽ നമ്മൾ ഇത് കൊടുക്കുന്നു, അദ്ദേഹം അതിന് പൂജ ചെയ്തു. അതിനെ പലരും കാണുന്നത് എന്താ, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അവരുടെ ശത്രുത എന്നിലേക്ക് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ അതിൽ നിന്ന് ഷീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൂജ ചെയ്യുന്നതാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത്. ചിലവരതിനെ കണക്കാക്കുന്നത് എൻ്റെ ശത്രുവിനെ അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടും ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ ഭരത് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക ഒരു സ്റ്റേജിൽ, ഞാൻ ആക്ച്വലി ഒരു വീഡിയോ കണ്ടതാണ് യൂട്യൂബിൽ, അദ്ദേഹമാണ് ഇതിന് കറക്റ്റായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്തത്. അതായത് വളരെ ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടു പോയി എന്നുള്ള, അതായത് മമ്മൂക്ക പറഞ്ഞതെന്ന് വെച്ചാൽ ശത്രു സംഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുവിനെ നിഗ്രഹിക്കാനോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ആ ശത്രുത നിങ്ങളിലേക്ക് അഫക്റ്റ് ചെയ്യാതിരിക്കാനോ എടുക്കേണ്ട ഒരു സ്റ്റാൻസ് അല്ല. നിങ്ങളിൽ തന്നെ ഉള്ള നിങ്ങളുടെ ശത്രുവായിട്ടുള്ള നിങ്ങളുടെ സ്വഭാവത്തിനെ മാറ്റിവെക്കാനാണ് ശത്രു സംഹാരം അല്ലെങ്കിൽ ശത്രു സംഹാര പൂജ നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് നമ്മളിൽ തന്നെ നന്മയുണ്ട് തിന്മയുണ്ട്. നമ്മളിലുള്ള തിന്മയെ അവിടെ തീർത്ത് അതിനെ മാറ്റിവെച്ച് നമ്മളിലെ നന്മ മാത്രം മുന്നോട്ട് കൊണ്ടുവരാനാണ് ഈ പറഞ്ഞ പോലെ മമ്മൂക്ക നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും നല്ല മെസ്സേജും. എനിക്ക് ഈ ഓണത്തിന് നമ്മുടെ പ്രേക്ഷകരോട് പറയാവുന്ന ഏറ്റവും സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സജഷനും അതാണ്. നമ്മളിലുള്ള തെറ്റുകൾ ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് റിഫ്ലക്ഷൻ. നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളുടെ ഇടയിലിരുന്ന് ആ ഹാപ്പി വൈബിൽ ഹാപ്പി ഹോർമോൺസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് ബാക്കിലേക്ക് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മൾ മാർക്കറ്റ് ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ, റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു സ്റ്റാൻസ് എടുക്കാൻ മലയാളിക്ക് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ഓണം. ആ ഓണത്തിനെ അങ്ങനെ വേണം നമ്മളതിനെ കണക്കാക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണം എപ്പിസോഡ് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് സാറിൻ്റെ കുറേ ഫാൻസ് ഉണ്ട്, അവർക്ക് ഒരുപാട് അത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം മൈഫിൻ ടിവിയോടൊപ്പം നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുക. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.